ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തി. ബി.ജെ.പിയുടെ തീപ്പൊരി നേതാവും ആലപ്പുഴ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പങ്കെടുക്കുന്നതിനാണ് അമിത്ഷാ കേരളത്തിലെത്തിയത്. കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ബി.ജെ.പി നേതാക്കൾ സ്വാഗതം ചെയ്തു. ശോഭാ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് സമ്മേളനം അമിത്ഷാ അഭിസംബോധന ചെയ്യും. ഏത് രീതിയിലും കേരളത്തിൽ താമര വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും കേന്ദ്ര ബി.ജെ.പി നേതാക്കൾ ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തിയപ്പോൾ LDFനെയും UDFനെയും ശക്തമായി കടന്ന് ആക്രമിക്കുന്ന സമീപനമാണ് ഉണ്ടായിരുന്നത്. കരുവന്നൂർ തട്ടിപ്പും മാസപ്പടി വിവാദവും ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ ഓരോ അഴിമതിയും നരേന്ദ്രമോദി എണ്ണിപ്പറയുകയാണ് ചെയ്തത്. അഴിമതി കാണിച്ച ഒരാളെ പോലും വെറുതെ വിടുകയില്ല എന്ന സന്ദേശമാണ് അന്ന് നരേന്ദ്രമോദി നൽകിയത്. അമിത്ഷായുടെ വരവോടുകൂടി എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ജനങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നറിയാനുള്ള കൗണ്ട് ഡൗൺ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. കലാശക്കൊട്ടും നിശബ്ദ പ്രചാരണമൊക്കെ അവസാന റൗണ്ടിൽ നിൽക്കുമ്പോൾ അമിത്ഷായുടെ വരവ് അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാക്കളെ ഞെട്ടിച്ചിരിക്കുകയാണെന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമാണ്. സംസ്ഥാന സർക്കാർ ED ഭയത്തിൽ ഭരണസിതാ കേന്ദ്രത്തിലും ക്ലിഫ് ഹൗസിലും വട്ടമിട്ട് പറക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഭയത്തോടു കൂടിയാണ് ഓരോ ബി.ജെ.പി കേന്ദ്ര നേതാക്കളെയും കാണുന്നത്. അമിത്ഷായുടെ വരവോടുകൂടി മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ക്യാമ്പിലും സഖാക്കന്മാരുടെ നെഞ്ചിൽ ഭയമാണ്. കേരളത്തിൽ വിജയസാധ്യത കുറവാണെങ്കിലും ബി.ജെ.പി ഏത് വിധത്തിലും ദക്ഷിണേന്ത്യ പിടിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെ വിലയിരുത്താം. കേരളത്തിൽ 3 സീറ്റുകളാണ് ബി.ജെ.പി നോട്ടമിടുന്നത്. ഏത് വിധേനയും നേടിയെടുക്കാനാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.